സോ അങ്ങനെ ഈ ആഴ്ച ഞാൻ ക്ലോസ് ചെയ്യുവാണ്. ഇനി ട്രേഡ് ഒന്നും എടുക്കുന്നില്ല. NFP വീക്ക് ആയതുകൊണ്ട് ഞാൻ നാളെയും നാളത്തെ കഴിഞ്ഞ് എടുക്കേണ്ടെന്ന് ഓർത്തിരിക്കുമായിരുന്നു. സോ ഇന്ന് ഞാൻ രാവിലെ എടുത്ത ലണ്ടൻ സെഷനും SL അടിച്ചു. എൻ്റെ മൈൻഡ് അത്രയ്ക്കും കറക്റ്റ് അല്ല, അല്ലെങ്കിൽ എനിക്കെന്തോ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് അടിക്കുന്നുണ്ട്. സോ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ട്രേഡ്സ് ഒന്നും എടുക്കുന്നില്ല. ഈ ആഴ്ച ഞാൻ ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്യുക. സോ 2 ദിവസവും ലോസ് ആയിരുന്നു, 2 ദിവസം എടുത്തത് 2 ദിവസം ലോസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ റെഡിൽ ഈ ആഴ്ച ക്ലോസ് ചെയ്യുവാണ്. ആൻഡ് ഈ ആഴ്ച നമുക്ക് വിൻ റേറ്റേ ഇല്ലായിരുന്നു. 0% വിൻ റേറ്റ് ആണ്. നമുക്ക് ഇതുവരെ വിന്നൊന്നും കിട്ടിയില്ല. 3 ട്രേഡ്സ് എടുത്തു, 3 ലൂസേഴ്സ് ആയിരുന്നു. സോ ഹാഡ് ടു എൻഡ് ഇറ്റ് ഇൻ സച്ച് എ വേ. ബട്ട് ദാറ്റ്സ് ഓക്കെ. ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യണം. ആൻഡ് ഓൾസോ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യണം. മൈൻഡ് ഫോക്കസ്ഡ് അല്ലെങ്കിൽ എൻട്രീസ് ഇല്ലാത്ത എൻട്രീസ് കാണും, ഉള്ള എൻട്രീസ് കയറാനുള്ള കോൺഫിഡൻസ് കിട്ടില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ആഴ്ചത്തെ പ്രശ്നം. സോ ഇന്നലെ എനിക്ക് എൻട്രീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല പ്രോപ്പർ എൻട്രീസിനകത്ത് എനിക്ക് കയറാനുള്ള കോൺഫിഡൻസ് ഇല്ലാതെ പോയി. ആൻഡ് ട്യൂസ്ഡേ ആണെങ്കിലും ഇതേ സെയിം സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ 2-3 തവണ മിസ് ചെയ്തു. ആ മിസ് ചെയ്തതിന് ശേഷം പോയിട്ട് എൻട്രി ഇല്ലാഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരെണ്ണം എടുക്കണമല്ലോ എന്നുള്ളൊരു ത്വര കാരണം ഞാൻ പോയി കയറി, അതും SL അടിക്കേണ്ട സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്. സോ വെറുതെ ക്യാപിറ്റൽ കളയണ്ട. അടുത്ത ആഴ്ച എന്നെ വന്നതിന് ഇന്ന് വൈകിട്ടത്തേനും കൂടെ ന്യൂയോർക്കിലും കൂടെ എടുക്കാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. പക്ഷേ മൈൻഡൊന്ന് ഫോക്കസ്ഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്തു ഇതുകൊണ്ട് നിർത്താം. സോ ഐ എം എൻഡിങ് ദ വീക്ക് വിത്ത് 0% വിൻ റേറ്റ്. സോ ഇങ്ങനെയും ദിവസങ്ങളുണ്ട്. ആബ്സല്യൂട്ട്ലി വിന്നേഴ്സ് തരുന്ന ആഴ്ചകളുമുണ്ട്, ദിവസങ്ങളുമുണ്ട്. അതേപോലെ ഒന്നും തരാത്ത ആഴ്ചകളുമുണ്ട്. സോ ദിസ് ഇസ് ആൻ ക്ലിയർ എക്സാമ്പിൾ. അതെനിക്ക് നിങ്ങൾക്ക് കാണിച്ചും കൂടെ തരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങനെ സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാക്കി തന്നു. സോ ഐ എം ഓൺ എ ലൂസിങ് വീക്ക്. പക്ഷേ ലൂസിങ് സ്ട്രീക്ക് അല്ല. നമുക്കത് എൻ്റെ മെയിൻ അക്കൗണ്ട്സിനകത്ത്, എൻ്റെ 10K അക്കൗണ്ടിനകത്ത് ഞാൻ 1 ലോസ് എടുത്തിട്ടുള്ളൂ ഈ ആഴ്ച. ആൻഡ് 5K അക്കൗണ്ടിനകത്ത് 2 ലോസ് എടുത്തു. സോ അത് വലിയ ലോസ് ഒന്നുമല്ല, ചെറിയ ചെറിയ ലോസസ് ആണ്. ആൻഡ് ട്യൂസ്ഡേ ലോസ് എടുത്തതിന് ശേഷം ഞാൻ ഇന്നെടുത്ത ട്രേഡ് ആക്ച്വലി റിസ്ക് പിന്നെയും കുറച്ചിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തത്. സോ നമുക്കധികം ലൂസ് ചെയ്യേണ്ടി വന്നില്ല. $12 മാത്രമേ ആ ട്രേഡിനകത്ത് നമ്മൾ ലൂസ് ചെയ്തുള്ളൂ. ബട്ട് മണി ഈസ് മണി. പോയതാണ്. സോ ദാറ്റ്സ് എൻഡ് ഓഫ് ദിസ് വീക്ക് ഫോർ മീ. ഇനി അടുത്ത ആഴ്ച കുറച്ചുകൂടെ പ്രിപ്പയർ ആയി ഫോക്കസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. മാർക്കറ്റിനെ ബ്ലെയിം ചെയ്യാനൊന്നുമില്ല. എനിക്ക് അനാലിസിസ് തെറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റ് റീഡ് ചെയ്യുന്നത് തെറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ ഞാൻ ഏർലി എൻട്രീസ് ഒക്കെ എടുത്ത് അത് SL അടിച്ചതാണ്. സോ നത്തിങ് ടു ബ്ലെയിം ദ മാർക്കറ്റ് ഫോർ. നമുക്ക് നമ്മുടെ തന്നെ മിസ്റ്റേക്സ് റിഫ്ലക്റ്റ് ചെയ്ത് അതിൽ നിന്ന് പഠിച്ച് അടുത്തൊരു ദിവസത്തേന് പ്രിപ്പയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ എനിക്ക് ഇനി എടുക്കാനുള്ളൊരു മൈൻഡില്ല ഈ ആഴ്ച. സോ ഐ എം ജസ്റ്റ് സെറ്റിലിങ് ഇറ്റ് ഡൗൺ. അടുത്ത ആഴ്ച മൺഡേ തൊട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അടുത്ത ആഴ്ച ഹോപ്പ്ഫുള്ളി ഇറ്റ് വുഡ് ബി എ ബെറ്റർ വീക്ക്. സോ എപ്പോഴും ലൂസിങ് സ്ട്രീക്കിനകത്ത് തന്നെ നിൽക്കണമെന്നില്ല. വിൽ ഹാവ് ബെറ്റർ ഡേയ്സ്. സോ വിൽ ക്രഷ് ഇറ്റ് വെൻ ദാറ്റ് കംസ്. സോ ബൈ ഗൈസ്. ഇഫ് യു ആർ ഓൾസോ ഇൻ എ ലൂസിങ് സ്ട്രീക്ക്, ട്രൈ ഒരു ബ്രീത്ത് എടുക്കാൻ വേണ്ടി കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ മാർക്കറ്റിനെ റീഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഡിഡ് റിയലി വർക്ക് ഫോർ മീ. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസിഷൻ ഈ പ്രാവശ്യം കൂടെ എടുക്കുന്നത്. സോ യെസ്, ബൈ.